കരുവന്നൂർ കള്ളപ്പണക്കേസിൽ നേതാക്കൾക്കൊപ്പം CPM പാർട്ടിക്കും നിയമക്കുരുക്ക് മുറുകുന്നു. CPMന്റെ പങ്ക് ED അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഇന്ന് കലൂർ PMLA കോടതിയിൽ ഹാജരാകണം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപാണ് ചേരുന്നത്. നിഷ, ഈ ഒരു വാർത്ത എന്ന് പറയുമ്പോൾ കരുവന്നൂർ കള്ളപ്പണക്കേസ് അല്ലേ വിനോദേട്ട? അതായത് പാർട്ടി തന്നെ പ്രതിയായിട്ടുള്ള കേസാണിത്. അപ്പോൾ നിലവിൽ ഇതിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ഏതെല്ലാം CPM ഉന്നത നേതാക്കൾക്കാണ് ഇപ്പോൾ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നത്? നിഷ. ആതിര, വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ CPM പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ട കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ED രണ്ടാം ഘട്ട കുറ്റപത്രം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷണവുമായി ED മുന്നോട്ട് പോവുകയാണ്. ഈ CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ എന്നിവർ കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ കലൂർ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരുന്നു. ഈ കേസിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൽ CPM പാർട്ടി എന്ന് പറയുന്നത് 68ാം പ്രതിസ്ഥാനത്ത് CPM പാർട്ടിയാണുള്ളത്. ഈ CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, M വർഗീസ് എന്നിവർ 67 മുതൽ 70 വരെയുള്ള പ്രതികളാണ്. ഇവരെല്ലാവരും തന്നെ പ്രഥമ ദൃഷ്ടിയായി കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് PMLA കോടതി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രതികളെല്ലാം നേരിട്ട് ഹാജരാകണമെന്നും കലൂർ PMLA കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് പ്രകാരമാണ് AC മൊയ്തീനും K രാധാകൃഷ്ണനും M വർഗീസും കഴിഞ്ഞ ദിവസം, അതായത് ഈ ജൂലൈ 4 കേസ് പരിഗണിച്ചപ്പോൾ ഹാജരായി ജാമ്യമെടുത്തിരുന്നത്. എന്തായാലും 68ാം പ്രതിസ്ഥാനത്തുള്ള CPM പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരും തന്നെ ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതിപട്ടികയിലുള്ള പാർട്ടിയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയ KV അബ്ദുൾ ഖാദറിനോട് നേരിട്ട് ഹാജരാകണമെന്ന് ഇന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് KV അബ്ദുൾ ഖാദർ ഒരുപക്ഷെ നേരിട്ട് കോടതിയിൽ ഹാജരായേക്കും. എന്തായാലും 2012-13 കാലത്ത് CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി കരുവന്നൂർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി എന്നാണ് ED കണ്ടെത്തൽ. എന്തായാലും അതായത് പാർട്ടി ഒരു തരത്തിലും ഈ കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് CPM നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴും പ്രഥമ ദൃഷ്ട്യാ ഈ പ്രതികൾക്കെതിരെ തെളിവുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. എന്തായാലും ഇന്ന് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൾ ഖാദർ PMLA കോടതിയിൽ എത്തി നേരിട്ട് ഹാജരാവണം എന്നാണ് ED നിർദ്ദേശിച്ചിരിക്കുന്നത്. അതെ, പ്രധാനപ്പെട്ട CPMന്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ക്രമക്കേടിന് കൂട്ടുനിന്നു എന്നുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ 68ാം പ്രതിയാണ് പാർട്ടി CPM. അപ്പോൾ ആര് ഹാജരാകും ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ച് എന്നുള്ളതാണ് ഏറ്റവും കൗതുകം. എന്തായാലും KV അബ്ദുൾ ഖാദർ ഹാജരാകുമെന്ന് പറയുന്നു.